കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ എഫ്സിയെ ഇന്ന് നേരിടാൻ വേണ്ടി പോവുകയാണ്. സോ ഈ ഒരു മത്സരത്തിൽ രണ്ട് ടീമുകൾക്കും ജയം അനിവാര്യം തന്നെയാണ്. കാരണം ഇരു ടീമുകളും കഴിഞ്ഞ മത്സരത്തിൽ തോറ്റിട്ടാണ് ഈ ഒരു മത്സരം കളിക്കാൻ വേണ്ടി വരുന്നത്. സോ എന്തായാലും നമുക്ക് കണ്ടറിയാം. ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലൂണ ഇല്ലാത്ത ഒരു മത്സരം തന്നെയായിരിക്കും ഈ ഒരു മത്സരവും. അത് കോച്ച് ഏകദേശം അറിയിച്ചിട്ടുണ്ട്. ലൂണയ്ക്ക് ചെറിയ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കളിപ്പിക്കാത്തത് എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ ജീസൺ സിംഗ് പോയതിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡിൽ കുറച്ചും കൂടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ അത് നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടതാണ്. സോ അതിന് പകരമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ എന്ത് മാറ്റമായിരിക്കും ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് ഈ ഒരു മത്സരത്തിൽ നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാൾ എഫ് സി പറയുകയാണെങ്കിൽ ഈസ്റ്റ് ബംഗാൾ എഫ് സിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പഴയ താരങ്ങളായിട്ടുള്ള നിഷു കുമാർ, ജീക്സൺ, കബ്ര തുടങ്ങിയിട്ടുള്ള താരങ്ങളുമുണ്ട്. പിന്നെ സൂപ്പർ താരമായിട്ടുള്ള ദിമിത്രിയോസും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. സോ ഒരു മികച്ച ടീം തന്നെയാണ് ഈസ്റ്റ് ബംഗാൾ എഫ് സി. അവർക്കെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കൊച്ചി സ്റ്റേഡിയം തന്നെയാണ്. അവരുടെ ആരാധകർക്ക് മുമ്പിൽ കളിക്കുമ്പോൾ തന്നെയുള്ള ഒരു ഊർജ്ജവും കാര്യങ്ങളൊന്നും വേറെ ഏത് സ്റ്റേഡിയത്തിൽ പോയി കളിച്ചാലും കിട്ടില്ല. സോ എന്തായാലും നമുക്ക് ഈ ഒരു മത്സരത്തിൽ ഒരു മികച്ച പോരാട്ടം തന്നെ കാണാം. കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും വിജയിക്കട്ടെ. ഇതിലുള്ള സ്പോൺസേഴ്സിലാക്കാൻ വേണ്ടി ചെല്ലാൻ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ കാണാം.